എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ എപ്പോഴെങ്കിലും ഒന്ന് ആലോചിച്ചിട്ടുണ്ടോ, നൂറുകണക്കിന് അഭിപ്രായങ്ങൾക്കും ആശയങ്ങൾക്കുമിടയിൽ നമ്മുടെ ജീവിതത്തിന് ശരിക്കും ദിശാബോധം നൽകുന്ന ഒരു ഉറച്ച മാർഗരേഖയുണ്ടോ എന്ന്? ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഖുർആനെക്കുറിച്ചാണ്, കാലാതീതമായ ആ മാർഗരേഖയെക്കുറിച്ച്. നമ്മളിപ്പോൾ ഒരു ഇൻഫോർമേഷൻ ഓവർലോഡിലാണ് ജീവിക്കുന്നതല്ലേ? സോഷ്യൽ മീഡിയ തുറന്നാൽ, ഗൂഗിൾ ചെയ്താൽ 1000 അഭിപ്രായങ്ങളാണ്. ഇതിനിടയിൽ ഒരു സംശയവുമില്ലാതെ 100% ഉറപ്പോടെ വിശ്വസിക്കാൻ കഴിയുന്ന ഒരു സത്യം അതെവിടെയാണ് നമ്മൾ കണ്ടെത്തുക? ഇതൊരു വലിയ ചോദ്യം തന്നെയാണ്. അപ്പോൾ ഈ ചോദ്യത്തിനുള്ള ഉത്തരം കണ്ടെത്താൻ നമ്മൾ ഇന്ന് 5 പ്രധാനപ്പെട്ട ഘട്ടങ്ങളിലൂടെയാണ് കടന്നുപോകുന്നത്. ഖുർആൻ എന്തുകൊണ്ടൊരു സമ്പൂർണ്ണ ഗ്രന്ഥമാകുന്നു എന്ന് മനസ്സിലാക്കുന്നത് മുതൽ ആ അറിവ് നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ പ്രാവർത്തികമാക്കാം എന്നുവരെ നമ്മൾ ചർച്ച ചെയ്യും. അപ്പോൾ നമുക്ക് ആദ്യത്തെ ആശയത്തിലേക്ക് കടക്കാം. ഖുർആൻ എന്ന് പറയുന്നത് വെറുമൊരു പുസ്തകം മാത്രമാണോ? അല്ല, അത് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലേക്കും വേണ്ടിയുള്ള അള്ളാഹുവിൽ നിന്നുള്ള ഒരു സമ്പൂർണ്ണ രൂപരേഖയാണ്, ഒരു ബ്ലൂ പ്രിന്റാണ്. ആ ഒരു ചിന്തയിൽ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. ഈ ആയത്തിലേക്കൊന്ന് സൂക്ഷിച്ചു നോക്കൂ. ഇത് ഖുർആനിന്റെ അടിസ്ഥാന സ്വഭാവം എന്താണെന്ന് ഒറ്റ വാക്യത്തിൽ പറഞ്ഞു തരികയാണ്. അള്ളാഹുവിന്റെ വാക്കുകൾ സത്യത്തിലും നീതിയിലും പൂർണ്ണമാണ്. അതിനെ മാറ്റാൻ ആർക്കും കഴിയില്ല. ഇതൊരു വെറും പ്രസ്താവനയല്ല, ഇതൊരു ഉറപ്പാണ്. ശരി, ഇനി നമുക്ക് ഈ ഒരൊറ്റ ആയത്തിനുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ആഴങ്ങളിലേക്കൊന്ന് ഇറങ്ങിച്ചെല്ലാം. കാരണം ഇതിൽ ഒരുപാട് കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഇവിടെയാണ് ഖുർആനിന്റെ ഒരു ഭാഷാപരമായ അത്ഭുതം നമ്മൾ കാണുന്നത്. നിങ്ങൾക്കറിയാമോ, ഈ ആയത്തിന് 2 രീതിയിലുള്ള പാരായണങ്ങളുണ്ട്. ഒന്ന് കെലിമത്തു റബ്ബിക്ക എന്ന് പറയും. അതിനർത്ഥം ഖുർആൻ എന്ന ഒരൊറ്റ സമ്പൂർണ്ണ സന്ദേശമെന്നാണ്. രണ്ടാമത്തെ രീതി കെലിമാത്തു റബ്ബിക്ക എന്നാണ്. അതിനർത്ഥം ഖുർആനിലെ ഓരോ വാക്യങ്ങളും നിയമങ്ങളും എന്നാണ്. അപ്പോൾ ഒരേ സമയം ഖുർആൻ മൊത്തത്തിലൊരു സന്ദേശമായും അതിലെ ഓരോ ഭാഗവും പരിപൂർണമാണെന്നും ഈ ആയത്ത് പറയുന്നു. അതാണ് ഖുർആനിന്റെ ആഴം. അപ്പോൾ ഈ ആയത്ത് പ്രകാരം അള്ളാഹുവിന്റെ വചനങ്ങൾക്ക് പ്രധാനമായും 4 ഗുണങ്ങളുണ്ട്. അത് പരിപൂർണമാണ്, സത്യമാണ്, നീതിയുക്തമാണ്, പിന്നെ മാറ്റമില്ലാത്തതാണ്. പരിപൂർണമെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഏത് കാലത്ത് ജീവിക്കുന്ന ഏത് മനുഷ്യനും വേണ്ട എല്ലാ മാർഗനിർദ്ദേശങ്ങളും ഇതിലുണ്ട്. ഇനി വേറൊന്നിന്റെയും ആവശ്യമില്ല എന്നാണ്. നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് ഇതാണ്. ഖുർആൻ നമ്മളോട് പറയുന്ന കാര്യങ്ങൾ, അതായത് ചരിത്രമായാലും അദൃശ്യകാര്യങ്ങളായാലും, അതെല്ലാം 100% സത്യമാണ്. അതാണ് സിദ്ഖാൻ. ഇനി ഖുർആൻ നമ്മളോട് ചെയ്യാൻ പറയുന്ന കാര്യങ്ങളുണ്ടല്ലോ, നിയമങ്ങളും വിലക്കുകളും, അതെല്ലാം തികച്ചും നീതിയുക്തമാണ്. അതാണ് അദുലൻ. അതുകൊണ്ടാണ് നമ്മുടെ വിശ്വാസത്തിനും പ്രവർത്തിക്കും ഒരുപോലെ ഇതൊരു സമ്പൂർണ്ണ മാർഗരേഖയാകുന്നത്. ശരി, ഖുർആൻ ഒരു പെർഫെക്റ്റ് ബ്ലൂ പ്രിന്റ് ആണെന്ന് നമ്മൾ മനസ്സിലാക്കി. അങ്ങനെയാണെങ്കിൽ അതിൽ നിന്ന് നമ്മളെ വഴിതെറ്റിക്കാൻ സാധ്യതയുള്ള ഏറ്റവും വലിയ അപകടം എന്തായിരിക്കും? അതാണ് നമ്മൾ അടുത്തതായി നോക്കാൻ പോകുന്നത്. ഇതൊരു ഞെട്ടിക്കുന്ന മുന്നറിയിപ്പാണ്, അല്ലേ? എല്ലാവരും ഇങ്ങനെയാണല്ലോ ചെയ്യുന്നത്, ട്രെൻഡ് ഇതാണല്ലോ എന്നൊക്കെ പറഞ്ഞ് ഭൂരിപക്ഷത്തെ അന്ധമായി പിന്തുടരുന്നതിനെ ഖുർആൻ ഇവിടെ ശക്തമായി വിലക്കുകയാണ്. കാരണം ഭൂരിപക്ഷം എപ്പോഴും സത്യത്തിന്റെ പക്ഷത്തായിരിക്കില്ല. അവർ പലപ്പോഴും ഊഹങ്ങളുടെ പുറകെയായിരിക്കും പോകുന്നത്. അതായത് നമ്മളെല്ലാവരും സമൂഹത്തിന്റെ ഒരു ഒഴുക്കിൽ പെട്ടങ്ങ് പോകുമ്പോഴുണ്ടല്ലോ, ഖുർആൻ അവിടെ ഒരു ബ്രേക്ക് ഇടുകയാണ്. എന്നിട്ട് നമ്മളെ ആ അചഞ്ചലമായ സത്യത്തിലേക്ക് തിരികെ വിളിക്കുകയാണ്. ഒരു ലൈറ്റ് ഹൗസ് പോലെ അത് നമുക്ക് ശരിയായ ദിശ കാണിച്ചു തരുന്നു. അപ്പോൾ ഈ ഭൂരിപക്ഷത്തെ പിന്തുടരുന്നത് വഴിതെറ്റാൻ കാരണമാവും എന്ന് നമ്മൾ പറഞ്ഞു. പക്ഷെ എന്തിനാണ് അതൊരു വലിയ അപകടമാകുന്നത്? കാരണം ആത്യന്തികമായി അത് നമ്മളെ കൊണ്ടെത്തിക്കുന്നത് ശൈത്താന്റെ ഏറ്റവും വലിയ ലക്ഷ്യത്തിലേക്കാണ്. അതെന്താണെന്നോ? നന്ദികേട്. ശൈത്താന്റെ പ്രധാന ലക്ഷ്യമെന്താണെന്ന് അവൻ തന്നെ അള്ളാഹുവിനോട് തുറന്നു പറയുന്നുണ്ട്. നോക്കൂ, അവന്റെ അൾട്ടിമേറ്റ് ഗോൾ നമ്മളെക്കൊണ്ട് പാപം ചെയ്യിക്കുക എന്നതിലുപരി നമ്മളെ നന്ദിയില്ലാത്തവരാക്കി മാറ്റുക എന്നതാണ്. അവന്റെ ആക്രമണ രീതിയും ഖുർആൻ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. മുന്നിലൂടെ വന്ന് ദുനിയാവിനെ ഭംഗിയുള്ളതാക്കി കാണിക്കും, പിന്നിലൂടെ വന്ന് പരലോകത്തെക്കുറിച്ച് സംശയങ്ങളുണ്ടാക്കും, വലതുവശത്തൂടെ വന്ന് നമ്മുടെ നല്ല കാര്യങ്ങളെപ്പോലും ദുഷിപ്പിക്കും, ഇടതുവശത്തൂടെ വന്ന് പാപങ്ങളെ മനോഹരമാക്കി കാണിക്കും. ഈ 4 വഴികളുടെയും കുടുങ്ങും ഫലം ഒന്നാണ്: നമ്മളെ നന്ദിയില്ലാത്തവരാക്കുക. ഈ നന്ദികേടിനെയാണ് കുഫർ അന്യഅ്മ എന്ന് പറയുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ആശയമാണ്. സിമ്പിളായി പറഞ്ഞാൽ, നമ്മൾ ചെയ്യുന്ന ഓരോ പാവവും ഒരു തരത്തിലുള്ള നന്ദികേടാണ്. അള്ളാഹു നമുക്ക് കാഴ്ച എന്ന അനുഗ്രഹം തന്നു. ആ കണ്ണുകൊണ്ട് നമ്മൾ ഹറാമായത് കാണുമ്പോൾ ആ അനുഗ്രഹത്തോട് നമ്മൾ നന്ദികേട് കാണിക്കുകയാണ്. അതാണ് കുഫർ അന്യഅ്മ. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതാണ്: അള്ളാഹുവിനെ അനുസരിക്കുക എന്നതിന്റെ അടിസ്ഥാനം യഥാർത്ഥത്തിൽ നന്ദിയാണ്. നമുക്ക് ലഭിച്ച എണ്ണമറ്റ അനുഗ്രഹങ്ങളെക്കുറിച്ച് നമ്മൾ തിരിച്ചറിയുമ്പോഴാണ് ആ അനുഗ്രഹങ്ങൾ തന്നവനോട് നമുക്ക് പൂർണ്ണമായി നന്ദിയുള്ളവരാകാനും
അവനെ അനുസരിക്കാനും കഴിയുക. ശരി, അപ്പോൾ നമ്മുടെ ഈ യാത്രയുടെ അവസാന ഭാഗത്തേക്ക് നമ്മൾ കടക്കുകയാണ്. ഖുർആൻ വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്നത് മാത്രമല്ല പ്രധാനം, അതിലെ അധ്യാപനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി നടക്കുന്ന ഒരു ഖുർആനായി മാറുകയെന്നതാണ് ഒരു വിശ്വാസിയുടെ ആത്യന്തികമായ ലക്ഷ്യം. ഈ വാക്കുകളുടെ ആഴം നോക്കൂ. നമ്മൾ ഖുർആൻ മനഃപാഠമാക്കുകയല്ല, മറിച്ച് ഖുർആൻ നമ്മളെ സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത് എന്ന ചിന്ത എത്ര മനോഹരമാണത്. അതായത് ഖുർആൻ നമ്മുടെ ഹൃദയത്തിൽ പ്രവേശിക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിനൊരു കവചമായി മാറുന്നു. ഈ നടക്കുന്ന ഖുർആൻ എന്ന ആശയത്തിന്റെ ഏറ്റവും ഉത്തമമായ മാതൃക ആരായിരുന്നു? പ്രവാചകൻ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ. അദ്ദേഹത്തിന്റെ സ്വഭാവം തന്നെ ഖുർആനായിരുന്നു എന്ന് ആയിഷ റളിയല്ലാഹു പറയുമ്പോൾ അതാണ് നമ്മുടെയെല്ലാം ലക്ഷ്യം. നമ്മുടെ ജീവിതങ്ങളെയും ഖുർആനിന്റെ വെളിച്ചത്തിൽ രൂപപ്പെടുത്താൻ ഇത് നമുക്ക് പ്രചോദനമാകട്ടെ. ഈയൊരു ചിന്തയോടെ ഇന്നത്തെ നമ്മുടെ വിശകലനം ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി.